ഇന്ന് മതസംഘടനകൾ അധികവും അറിയപ്പെടുന്നത് വ്യക്തികളുടെ പേരിലാണല്ലോ. അതിനാൽ അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ അറിയപ്പെടുന്നത് ആ വ്യക്തികളുടെ ആളുകൾ എന്ന നിലക്കാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന അപകടം നാം തിരിച്ചറിയുന്നില്ല. എന്താണത്? നാം അംഗങ്ങളായ സംഘടനയുടെ പേര് വഹിക്കുന്ന വ്യക്തി അള്ളാഹു പൊരുത്തപ്പെട്ട ആളാണെന്നതിന് നമ്മുടെ പക്കൽ എന്തു തെളിവാണുള്ളത്? വെറും ധാരണ മാത്രം. അത് ശരിയുമാകാം, തെറ്റുമാകാം. അഥവാ തെറ്റിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വൈമാനികൻ്റെ പിഴവ് യാത്രക്കാരുടെ അന്ത്യമാകുകയാണല്ലോ പതിവ്. അതിനാൽ നാം ആദർശത്തെയാണ് അടിസ്ഥാനമാക്കേണ്ടത്, വ്യക്തികളെയല്ല. നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അവിടുന്ന് കാണിച്ചു തന്ന പാതയിലാണ് നാം സഞ്ചരിക്കുന്നതെന്ന് എപ്പോഴും നാം ഉറപ്പ് വരുത്തിയിരിക്കണം. അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അതിനാൽ ഞാൻ മുസ്ലിമാണെന്നും എൻ്റെ നേതാവ് മുഹമ്മദ് നബിയാണെന്നും പറയാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസികളാകുന്നത്. എന്ന് നേതാവെന്ന് നാം വിശ്വസിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നാം സാമ്പത്തികമായും ശാരീരികമായും തയ്യാറാണ്. പക്ഷേ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ 10 പോലും അനുസരിക്കാൻ നാം സന്നദ്ധരാകുന്നുമില്ല. എന്നിട്ടും നാം വിശ്വസിക്കുന്നു നാം ആണ് യഥാർത്ഥ വിശ്വാസികളെന്ന്. എത്ര വിചിത്രമാണ് ഈ വിശ്വാസം! ഒരു പക്ഷേ ഇത്തരം വിശ്വാസികളോടാകാം അള്ളാഹു പറഞ്ഞത്: ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വസിക്കുക.